വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ എത്തിയിട്ടോ. എൻഗേജ്മെന്റ് ഫെബ്രുവരി 24-നായിരുന്നു. ഇന്നിപ്പോ 27th ആയിട്ടുണ്ട്. ഞാൻ 25-ന് ഒരു 4 o'clock ഒക്കെ ആയ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ എൻഗേജ്മെന്റ് വിശേഷങ്ങളൊക്കെയാണ്, ഡ്രസ്സ്, ജ്വല്ലറി, അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ കേട്ടോ. സോ നമ്മൾ അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ March 5-നാണ് നമ്മുടെ ഗീവ് അവേ വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അതുവരെ ടൈമുണ്ട്. സോ ആർക്കെങ്കിലും ഗീവ് അവേ വേണം എന്ന് ആഗ്രഹിക്കും, ഇതുവരെ ഗീവ് അവേ കിട്ടാത്തവരാണ് അങ്ങനെയെന്നുള്ളവരെങ്കിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. സോ ഞാന് നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഗിഫ്റ്റുകളാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സോ ഇനിയിപ്പോ ഗിഫ്റ്റ് കിട്ടാത്ത ആരെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഉടനെ തന്നെ നമ്മൾ വേറൊരു ഗിവ് അവേയും കൂടെ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യം തന്നെ എന്റെ എൻഗേജ്മെന്റ് വിശേഷങ്ങളിൽ കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം എനിക്ക് എൻഗേജ്മെന്റ് തലേന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. യൂഷ്വലി ചില സ്ഥലങ്ങളിൽ നമുക്ക് മധുരം വെപ്പം തന്നെ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യൻസിന് മധുരം വെപ്പം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ എൻഗേജ്മെന്റിന്റെ തലേന്നാണ്, ചിലയിടത്ത് വെഡിങ്ങിന് തലേന്നാണ്. സോ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് എൻഗേജ്മെന്റിന് തലേന്നായിരുന്നു. സോ എൻഗേജ്മെന്റ് തലേന്നായതുകൊണ്ട് ഞാൻ ഇതാക്കി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ധാവണിയായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ പിക്കൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, കാരണം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന ടൈമിൽ നല്ല ലഗേജ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിക്ക് സൈഡിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ. സോ ഞാൻ ധാവണി സ്റ്റിച്ച് ചെയ്യിച്ചു. പക്ഷെ എനിക്ക് എൻഗേജ്മെന്റ് തലേന്നുള്ള ഞങ്ങളുടെ മധുരവെപ്പ് പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് അത് വെഡിങ്ങിന്റെ ഇതിലോട്ട് ആക്കിട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഞങ്ങൾക്ക് എൻഗേജ്മെന്റ് തലേന്ന് ചെറിയൊരു പ്രയർ അങ്ങനത്തെ പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ വേറെ ഡ്രസ്സോ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതൊരു ധാവണിയാണ്. ഞാൻ ആ ഒരു ധാവണിയുടെ ടോപ്പും അതിന്റെ ബോട്ടോ ഞാൻ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാരി വെച്ചിട്ടാണ്. ആ സാരി ഞാൻ ജസ്റ്റ് 360 rupeesന് കഴിഞ്ഞ ഓണത്തിന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അന്ന് ഓണം കഴിയാനായിട്ടല്ല ഞാനത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും ഇത് യൂസ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ എടുത്തതാണ്. എന്തായാലും എനിക്കത് ഇങ്ങനെ ഒരു കാര്യത്തിൽ യൂസ് ആയി. പിന്നെ അതിന്റെ ഷോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2.25 മീറ്ററിൽ ഞാൻ പരാഗിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ആ ഷോള്. അതൊരു ആക്ച്വലി ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. ഫോട്ടോയിലോട്ട് വരുമ്പോൾ ഒരു മെറൂൺ, ഒരു റെഡ് ഷെയ്ഡിലോട്ട് വരും. അതൊരു ബർഗണ്ടി ഷെയ്ഡാട്ടോ. ഇനി അതിന്റെ ജ്വല്ലറീസ് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജ്വല്ലറീസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ഈ ഒരു ജുമിക്കി കേട്ടോ. ഇത് ഞാൻ കുറെ മാസം മുന്നേ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മധുരം വെപ്പിനുള്ള ജ്വല്ലറി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ജ്വല്ലറി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് SM സ്ട്രീറ്റിലുള്ള, കോഴിക്കോട് SM സ്ട്രീറ്റിലുള്ള മിൻവാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്വല്ലറിയിൽ എന്തോ ഒരു ഓഫർ, അത് റെന്റലായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ട് മേടിക്കണമെങ്കിൽ മേടിക്കാം. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ജിമിക്ക് കേട്ടോ. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജിമിക്കാണ് ഇത്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു ഈ ഒരു ജിമിക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വരുന്നതും ജസ്റ്റ് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോൺസ് വന്നിട്ടുണ്ട്. ഈ ഒരു അതിന്റെ സ്റ്റഡിന്റെ അവിടെയായിട്ടും ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഇയറിംഗ്സ് ആയിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ഇയർ ചെയിനും കൂടെ മേടിച്ചു കേട്ടോ. ഒരു ട്രഡീഷണൽ ലുക്ക് ആയിരുന്നു ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ആ ടൈമിൽ എനിക്ക് കുറച്ച് ഹെവി മേക്കപ്പ് വേണ്ട, അല്ലെങ്കിൽ ഹെവി ലുക്ക് വേണ്ട തോന്നിട്ട് ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു അതിന്റെ ഇയർ ചെയിൻ. നല്ല രസമുള്ള ഒരു ഇയർ ചെയിൻ ആട്ടോ, നല്ല ക്വാളിറ്റി ആണ്. ഇതും 200 റേഞ്ചിലായിരുന്നു ഈ ഒരു ഇയർ ചെയിൻ വന്നിട്ടുള്ള. ഞാനിനി ഏതെങ്കിലും ഒരു ലുക്കിൽ ഈ ഇയർ ചെയിനും കൂടെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഇടാം കേട്ടോ. ഇതായിരുന്നു ആ ഇയർ ചെയിനെ. പിന്നെ ഞാൻ ഒരു മാല അതിനുവേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ആ ഒരു പരിപാടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു മാല, സെയിം കളർ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി നെക്ക് പീസ് ആട്ടോ ഇത്. ഞാൻ ഇട്ടൊന്ന് കാണിച്ചില്ല, ജസ്റ്റ് കണ്ടോ. ഇതിട്ട് കഴിഞ്ഞാലും നല്ലതാണ്. പക്ഷെ നമുക്ക് ഇതിനിപ്പം അന്ന് ഇടാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ എന്തിനാണെങ്കിലും ഇത് നമുക്ക് ഇടാൻ പറ്റും. ഞാൻ ആ ഒരു ധാവണി കൊണ്ടുവരാത്തത് തന്നെ എനിക്കൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷു ഒക്കെ ആകുന്ന ടൈമിൽ അത് ഇടാമായിരുന്നു. ബട്ട് ഞാൻ മറന്നുപോയി, കാര്യം ആലോചിച്ചില്ല. പിന്നെ നല്ല ലഗേജ് തിരിച്ചു കൊണ്ടുവരാനുള്ളത് കൊണ്ടും ഞാൻ അത് മറന്നുപോയി, എടുത്തില്ല. പിന്നെ അതിന് ഞാനൊരു മോതിരം മീഷോന്ന് മേടിച്ചതാണ്. പക്ഷെ ഞാൻ അതും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു മോതിരം ഈ ഒരെണ്ണമായിരുന്നു, ഇതും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ ഞാൻ അതിനുവേണ്ടി തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. പക്ഷെ ഇത് ലക്കിന് നമ്മുടെ ആ ഒരു ജ്വല്ലറിക്ക് സെറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നതാ. പക്ഷെ ഇത് ഞാൻ ആ ഒരു മധുരം വെപ്പ് പർപ്പസ് എന്നൊരു പർപ്പസിന് വേണ്ടി മേടിച്ചതല്ല. പക്ഷെ ഇത് നല്ലൊരു
ക്വാളിറ്റി ഉള്ള ഒരു 100 രൂപയ്ക്കുള്ളിലാട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിംഗ് ആയിരുന്നു. അപ്പൊ ഇത്രയാണ് ഞാൻ തലേന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ എൻഗേജ്മെന്റ്, അതായത് മെയിൻ ഫംഗ്ഷന്റെ കോസ്റ്റ്യൂം അതിന്റെ ജ്വല്ലറിയിലോട്ട് പോകാം. ഇനി എന്റെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് കേട്ടോ, ഞാൻ ലെഹങ്ക ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. റെന്റിന് എടുത്തിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ എടപ്പാളുള്ള സിറ്റി ഒപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഇരിക്കുന്ന അതിന്റെ നിയർ ബൈ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സെക്കൻഡ് ഫ്ലോറിൽ റോയൽ ബ്രൈഡൽ റെന്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഞാൻ അവിടെ നിന്നായിരുന്നു റെന്റൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഷോപ്പുകൾ തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഡ്രസ്സുകളൊന്നും അത്ര സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫൈനലി ബൈ മിസ്റ്റേക്കിൽ ആ ഒരു ഷോപ്പിലെത്തി. ഞാനതൊരു ബൊട്ടീക്കാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ വിചാരിച്ച് എന്നപ്പോഴാണ് ഇവിടെ റെന്റൽ ആണെന്നും നല്ല കളക്ഷൻസ് ഉണ്ടെന്നും മനസ്സിലായിട്ട് ഞാൻ അവിടെ പോയിട്ട് പിന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ലാവൻഡർ അല്ല, ഒരു പൗഡർ പിങ്ക് ഷെയ്ഡാണ്. പക്ഷെ ചില ഫോട്ടോസിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ പീച്ച് ഷെയ്ഡായിട്ട് തോന്നുമെങ്കിൽ അതൊരു പൗഡർ പിങ്ക് കളറിലുള്ള ലെഹങ്കയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. സൈഡിലായിട്ട് പിക്ക് കൊടുക്കാം. ദെൻ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടി എനിക്ക് ആ ഒരു ഡ്രസ്സിന്, ദെൻ ആ ഒരു ലുക്കിന്. മേക്കപ്പ് ഞാൻ നിയർ ബൈ ഉള്ള എന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരാളെ തന്നെയായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡ്രസ്സിന്റെ വിശേഷങ്ങളിലേക്ക് പോകാൻ. ഡ്രസ്സിന്റെ റേറ്റ് 7500 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിന്റെ നെക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ടൈപ്പ് നെക്കൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിലും നമുക്ക് ചെറിയ ബീഡ്സ് അല്ല ബീഡ്സ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബേക്കിൽ അത്യാവശ്യം നെക്ക് ഇറങ്ങിയിട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ആദ്യം എടുക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര മാച്ചിങ് ആവും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഫോട്ടോസിലൊക്കെ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. പിന്നെ അതിന് ജ്വല്ലറി ഞാൻ റെന്റൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഒരു കയ്യിലിട്ടിട്ടുള്ള വള ഞാൻ റെന്റൽ എടുത്തതാണ്. ദെൻ അതിന്റെ മാല, ദെൻ ഇയറിംഗ് ഞാൻ റെന്റൽ എടുത്തതാ. പക്ഷെ അതിന് ഒരു നെറ്റിച്ചുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അത് അവർ എന്നോട് കൊണ്ടുപോക്കോളം പറഞ്ഞതാണ്. പക്ഷെ ഞാൻ കൊണ്ടുപോയില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഹെയർ സ്റ്റൈൽ ബാക്ക് കോംബ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോ, അതായത് ട്രയലിനും നമ്മൾ മേക്കപ്പ് ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ബാക്ക് കോംബിംഗ് ആണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ പ്രോഗ്രാമിന്റെ ഡേയിൽ ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റി മിഡിൽ പോർട്ടീഷൻ ആക്കി. പക്ഷെ അപ്പൊ ഇവിടെ ഒരു നെറ്റിച്ചുട്ടിയുടെ മിസ്സിങ് നല്ലോണം എല്ലാ ഫോട്ടോസിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിന്റെ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ബാംഗിൾസ് ആക്ച്വലി ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ തപ്പി പിടിച്ചിട്ട് എനിക്ക് ഈ മാലയ്ക്കും ഇതിനും കൂടെ ചേരുന്ന കമ്മലിനും കൂടെ ചേരുന്ന രീതിയിലൊരു വള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വള കിട്ടാത്തുള്ള പ്രശ്നം ഇതാണ്. ഒന്നിന്റെ സൈസിലേക്കുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബാംഗിൾസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് 2.2 അല്ലെങ്കിൽ 2 സൈസിലുള്ള ബാംഗിൾസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇവിടെ തലേന്നത്തെ പരിപാടിയിലുള്ള ബാംഗിൾസ് ഞാൻ കാണിക്കാൻ മറന്നുപോയി കേട്ടോ. അത് ഞാൻ അത്യാവശ്യം ബാംഗിൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ സെറ്റായിട്ടല്ല കിടക്കുന്നത്. ബട്ട് ഞാൻ ഈ ഒരു കളറിലുള്ള ബാംഗിൾസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല എന്താ പറയാ, ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാംഗിൾ സെറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇട്ട സമയത്തൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ബാംഗിൾ സെറ്റ്. എനിക്ക് ഇവിടെ വന്ന അന്ന് തൊട്ട് ജലദോഷം കേട്ടോ. എനിക്ക് ഈ ഹോസ്റ്റലിൽ വന്ന അപ്പം ജലദോഷം വരും. ഭയങ്കര പൊടിയാണ് ഇവിടെ. 7th ഫ്ലോർ ആണ്. ഒരിക്കലും പൊടി വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇവിടെ എന്തൊരു പൊടിയാണെന്ന് അറിയാമോ, നമുക്ക് വൃത്തിയാക്കി മടുപ്പാകും. എനിവേ ഞാൻ എന്റെ എൻഗേജിൽ തലഞ്ഞിട്ടുണ്ടായിരുന്ന ബാംഗിൾസ് ഇതാട്ടോ. ഞാൻ ഇപ്പം ജസ്റ്റ് സെറ്റ് ചെയ്താണ്. നല്ല ഭംഗിയായിട്ടത് ഇട്ട സമയത്ത്. ദെൻ എന്റെ മെയിൻ ഫംഗ്ഷന് വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ബാംഗിൾസ് ഇതായിരുന്നു. ഇത് എത്ര രൂപയാകുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഇത് ഞാൻ കുറെ അധികം തപ്പി കണ്ടുപിടിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്ന ബാംഗിൾസ്. ബാക്കിയുള്ള ബാംഗിൾസ് എല്ലാം തന്നെ നമ്മൾ റെന്റിന് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെന്റിന് എടുക്കുന്നവരുടെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാർഡ്രോബിൽ സ്പേസും പോകത്തില്ല. നമുക്കൊരു 10,000-75,000 രൂപ ഡ്രസ്സ് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത്ര രൂപ ചെലവാക്കാൻ തോന്നുന്നില്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമുക്ക് ഇപ്പം ഇവരിത് എനിക്ക് തോന്നുന്നു ഒറിജിനൽ പ്രൈസിന്റെ 10%-നാണ് നമുക്കത് ഡ്രസ്സ് തരിക. അതായത് ഒരു 50,000 ഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് 5,000 രൂപയ്ക്ക് കിട്ടും. അങ്ങനെയാണ് വരുന്നത്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്കും ഗുണമാണ് അവർക്കും ഗുണമാണ്. സോ ഞാൻ എന്തായാലും ഹാപ്പി ആയിരുന്നു. എന്റെ എൻഗേജ്മെന്റിന്റെ ലുക്കും കാര്യങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ആഡ് ചെയ്യാം, കാരണം വീഡിയോസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എൻഗേജ്മെന്റിന് ഞാൻ ഇത്ര പിന്നെ ചപ്പലായിരുന്നു ഉണ്ടായിരുന്നത്. സാൻഡൽസ് ഞാൻ ഒരു ഹീലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാനേ പറ്റുണ്ടാവില്ല. ഞാൻ അതും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അത് സാധാ ഒരു പിങ്ക് ഷെയ്ഡിലോട്ടുള്ള എന്റെ അടുത്ത് ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. സോ മറ്റേ വീഡിയോ കാണുന്നത് എല്ലാവർക്കും